ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്ക് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എഡിറ്റിംഗ് ട്രിക്കാണ് പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴെങ്കിലും നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ യൂട്യൂബിൻ്റെ തംബ്നെയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കാം, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിപ്പോൾ ഇങ്ങനെ നിൽക്കുമായിരിക്കും, ഒരാളോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പക്ഷേ അയാളുടെ ദേഹത്തോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിലോ ആ ടെക്സ്റ്റ് ചിലപ്പം ഓവർലാപ്പ് ചെയ്ത് പോകുന്നില്ലായിരിക്കും. അതപ്പോൾ എങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമുണ്ട്, പക്ഷേ അത് ആളുടെ പുറകിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പുറത്ത് വരുന്നതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് മീൻസ് സ്റ്റില്ലായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഒരു ഫോട്ടോയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പിൻ്റെ പേര് ഗൂഗിൾ സ്നാപ്സീഡ് എന്നാണ്. അപ്പം ഗൂഗിൾ സ്നാപ്സീഡ് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യേണ്ട പോലെ ആവശ്യം പകുതി പേർക്കും വരുന്നില്ല. ഇനി അഥവാ നിങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതൊരു പ്ലേ സ്റ്റോർ ലിങ്കാണ്. നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലോട്ട് നിങ്ങളെ കയറ്റിവിടും. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് ആ ആപ്ലിക്കേഷൻ. നമ്മളൊരു പടം ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറേജിനകത്തോട്ട് പോകാം. അപ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പടം ഇവിടെ കൊണ്ടുവരാം. ഞാൻ ഈ ഒരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോകണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം കണ്ടോ, ഡബിൾ ടാപ്പ് ഹിയർ ടു ചേഞ്ച് ദ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ടെക്സ്റ്റാണോ ഇപ്പം ഞാൻ ടെക്നിക്കൽ എന്നാണ് ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ടെക്നിക്കൽ എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഓക്കെ അടിച്ചു. ഞാൻ എന്നിട്ട് ടെക്സ്റ്റ് ഇവിടെ വെക്കുവാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോണ്ടൊന്ന് മാറ്റുവാണ്. ജസ്റ്റ് ഒന്ന് കാണാൻ പാകത്തിന് ഫോണ്ടൊന്ന് മാറ്റുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടെക്നിക്കൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ വെച്ചു. ഞാൻ എന്നിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അലൈൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പം ഈ ടെക്സ്റ്റ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്തിരിക്കുക. ഇതിൻ്റെ അകത്ത് എൻ്റെ ബോഡിയിലോ എൻ്റെ ഫേസിലോ ഒന്നും കയറി പിടിച്ചിട്ടില്ല. അപ്പം ടെക്നിക്കൽ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ടിക്ക് അടിച്ച് കഴിയുമ്പോഴത്തേനും ടെക്നിക്കൽ അവിടെ വന്നു. ഇനി നമ്മൾ കേരള എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ കേരള എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. കേരള. ഓക്കെ, അതും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ആ ഒരു ഫോണ്ടിലാണ് നമ്മൾ അതെടുത്തത്. ഓക്കെ, അപ്പം കേരള എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നമ്മൾ ഫേസിൻ്റെ അവിടെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. കാണാമല്ലോ, ഫേസിൻ്റെ അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ ടെക്സ്റ്റ് ആ ഒരു ഫോട്ടോയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെക്കുക. ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേസിൻ്റെ മുകളിൽ കണ്ടോ, ഫേസിൻ്റെ മുകളിൽ കയറിയാണ് ആ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്, കേരള എന്ന് പറഞ്ഞ ടെക്സ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയിപ്പം എൻ്റെ ഫേസിൽ നിന്ന് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇത് മാറ്റണം. അപ്പം അതിനായിട്ട് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ആരോ കണ്ടോ, ആ ഒരു ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ആരോ പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ താഴെ വ്യൂ എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 3 സാധനങ്ങളുണ്ട്. നിങ്ങൾ എത്രയൊക്കെ എഡിറ്റിംഗ് ഇവിടെ വരുത്തിയോ അതെല്ലാം ഇവിടെ കാണിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു ഒറിജിനൽ ഫോട്ടോയിൽ 2 ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓരോ ലെയർ ബൈ ലെയർ കാണിച്ചു തരാം. ഞാൻ ഒറിജിനൽ ഫോട്ടോ ഇതാണ്. അതിൻ്റെ മുകളിൽ ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു, പിന്നെ രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. എനിക്ക് ശരിക്കും ഈ രണ്ടാമത്തെ ടെക്സ്റ്റിലാണ്, അതായത് ഇതാണ് ആദ്യത്തെ ടെക്സ്റ്റ്, ഇതാണ് രണ്ടാമത്തെ ടെക്സ്റ്റ്. എനിക്ക് ഈ രണ്ടാമത്തെ ടെക്സ്റ്റിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതായത് എൻ്റെ ഫേസിൽ നിന്ന് എടുത്തു കളയണം. അപ്പോൾ അതിനുവേണ്ടി രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ അവിടെ ഒരു ആരോ മാർക്കുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു 3 ഓപ്ഷനുകൾ കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങളുടെ ഈ നടുക്കത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ രീതിയിലിരിക്കുന്ന ഓപ്ഷൻ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വിൻഡോ പോലെയൊക്കെ വരും. അതിൽ നോക്കുവാണെങ്കിൽ താഴ്വശത്ത് ഇത്തരത്തിലുള്ളൊരു ടൂൾ ബാർ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇവിടെ 0 ആണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ടെക്സ്റ്റിൻ്റെ ഇത്.
നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ആ രണ്ടാമത്തെ ടെക്സ്റ്റ് അവിടെ ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ടെക്സ്റ്റ് എത്ര ഇൻറ്റൻസിറ്റിയിൽ വരണം, 100% വരണമെങ്കിൽ 100, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി 75% മതിയെങ്കിൽ 75 കൊടുക്കാം. അപ്പോൾ എനിക്ക് 100% ഇൻറ്റൻസിറ്റി വരേണ്ടത് കൊണ്ട് ഞാനത് 100 കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എവിടെയാണോ ടെക്സ്റ്റ് അപ്ലൈ ചെയ്തത് അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വന്നില്ല, ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു ചുമല കളറാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐയുടെ ഷേപ്പിലൊരു ഐക്കണുണ്ട്. അത് ഓൺ ആയതുകൊണ്ടാണ് ആ ഒരു ചുമല കളർ വന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐയിൽ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത്, ഇപ്പം ഞാൻ എൻ്റെ ദേഹത്ത് വരാത്ത രീതിയിൽ അത് വരച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാനത് ടെക്നിക്കലിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ഞാനിപ്പം എനിക്ക് വരച്ചു കൊടുക്കണം. ഞാൻ എവിടെയൊക്കെയാണോ വരാൻ ആഗ്രഹിക്കുന്നത് അവിടെ എല്ലാം ഇങ്ങനെ വരച്ചു കൊടുക്കണം. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. നമ്മൾ എത്രത്തോളം ക്ഷമയോടുകൂടി ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കും ആ ഒരു കാര്യം വരുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ അതൊരു കറക്റ്റ് രീതിയിൽ പ്ലേസ് ആയതായിട്ട് കാണാനായിട്ട് പറ്റും. എത്രത്തോടെ ക്ഷമയോടെ ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഓക്കെ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ശകലം കയറിപ്പോയെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കയറിപ്പോയെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വന്നു, ഇപ്പോൾ കയറിപ്പോയി, ഒരു സാധനം ചെയ്തപ്പോൾ കയറിപ്പോയി, നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, ഇവിടെ ഒരു 100% എഴുതിയത് നേരെ 0 കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു കയറിപ്പോയ സ്ഥലത്ത് ജസ്റ്റ് വരച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് ആ ടെക്സ്റ്റിൻ്റെ ഇത് മായുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ പിന്നെയും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 100 ആക്കുക. എന്നിട്ട് ഇതങ്ങ് വരച്ച് പഴയ പോലെ ആക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ആ ടിക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് സേവ് ആകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഇതിപ്പം നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കയറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മാത്രം സഹായം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ ഇനിയും ലോഡിംഗ് ആണ്. സിമ്പിൾ ട്രിക്കുകൾ ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.